നമസ്കാരം, ഹാരിസാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചൂഷണവും അതിന്റെ വ്യക്തമായ ഒരു സൊല്യൂഷനെ കുറിച്ചും വളരെ ബ്രീഫായിട്ടൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം മറ്റൊന്നുമല്ല, 2008 ഹെഡ് ലോഡ് വർക്കേഴ്സ് അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണർ പുറപ്പെടുവിച്ച 25/2012 നമ്പർ സർക്കുലറും അതിന്റെ ഉള്ളടക്കത്തിനെ കുറിച്ചുമാണ്. പല സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അതായത് സോളിഡ് ബ്രിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ സാമഗ്രികളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ കയറ്റിറക്ക് കൂലിയായിട്ട് ബന്ധപ്പെട്ട് അമിത ചാർജ് ഈടാക്കിയെന്ന പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കേറ്റങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെയൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ നിയമവശം എന്താണെന്ന് വ്യക്തമായിട്ട് പലർക്കും അറിയാത്തത് കൊണ്ടാണ് സ്വന്തം കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കയറ്റിറക്ക് അല്ലെങ്കിൽ ഇറക്ക് കൂലി വലിയ ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ട് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും 25/2012 നമ്പർ സർക്കുലറിനെ കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഈ സർക്കുലറിന്റെ ഉള്ളടക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിനായിട്ട് വരുന്ന ഏത് തരത്തിലുള്ള മെറ്റീരിയൽസും ഓണറുടെ കൺസെന്റുള്ള ഏത് വ്യക്തികൾക്കും ഇറക്കാമെന്നുള്ളതാണ്. ഇപ്പൊ വീടിന്റെ ഉടമസ്ഥൻ വിചാരിക്കുകയാണ്, ഇവിടേക്ക് വരുന്ന മെറ്റീരിയൽസ് ഞാൻ നിയോഗിച്ച ആളുകളെ കൊണ്ട് ഇറക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഹെഡ് ലോഡ് വർക്കേഴ്സിന് യാതൊരു ഒബ്ജക്ഷനോ അതിനകത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. വീട്ടിലേക്ക് വരുന്ന ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് ശേഷം നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വരുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള സാധനമാണെങ്കിലും അതിന്റെ കയറ്റിറക്ക അവകാശം പൂർണ്ണ അർത്ഥത്തിലും അതിന്റെ ഉടമ, അതായത് തൊഴിലുടമ എന്ന് ഉദ്ദേശിക്കുന്നത് വീടിന്റെ ഓണർ ആരാണോ ആ തൊഴിൽ സൃഷ്ടിക്കുന്ന ആള്, അവര് നിയോഗിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. ഈ സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വരുന്ന വാഹനം ആക്സസ് ചെയ്യുന്ന കോമ്പൗണ്ടിനകത്തേക്ക് കയറുകയാണെങ്കിൽ മാത്രമേ ഓണർക്കോ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കോ ഇത് ഇറക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിബന്ധനകളും ഇതിനില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന മുറ്റത്തേക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാവിംഗ് സ്റ്റോൺസ് ആണെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ ഇതെല്ലാം വരുന്നത് 12 അല്ലെങ്കിൽ 14 വീലുള്ള 30 ടണ്ണോ 25 ടണ്ണോ അതിന്റെ മുകളിലൊക്കെ കപ്പാസിറ്റി ഉള്ള വലിയ ലോറികളിലായിരിക്കും. അപ്പൊ ഈ വെഹിക്കിൾ ആക്സസ് ചെയ്യുന്ന റോഡുകൾ എല്ലാ വീടുകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ കയറുന്ന കോമ്പൗണ്ടും പല വീടുകൾക്കും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഈ നാഷണൽ പെർമിറ്റ് വെഹിക്കിൾ ആക്സസ് ഉള്ള സ്ഥലം വരെ അത് കൊണ്ടുവന്ന് അവിടെ വെച്ച് ചെറിയൊരു വാഹനത്തിലേക്ക് മാറ്റി കയറ്റി കൊണ്ടുപോണ്ടി വരും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഈ സർക്കുലറിന്റെ നിയമസഭ സഹായമുണ്ട്. കാര്യം ഇവിടെ പറയുന്ന ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മെറ്റീരിയൽ ഒരു വാണിജ്യ ആവശ്യത്തിനുള്ളതാവരുത്, അല്ലെങ്കിൽ ഒരു വ്യാവസായിക സ്ഥാപനത്തിലേക്ക് വിൽപ്പനാർത്ഥം കൊണ്ടുവരുന്നതാവരുത് എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഗാർഹിക ആവശ്യത്തിനുള്ള ഏത് തരം മെറ്റീരിയൽ ആയിക്കോട്ടെ അത് തീർച്ചയായിട്ടും ഓണറുടെ കൺസെന്റ് ഉള്ളത്, ഓണർക്കോ അല്ലെങ്കിൽ ഓണറുടെ കൺസെന്റ് ഉള്ള ഏത് വ്യക്തികൾക്കോ എവിടെ വെച്ചോ ഇറക്കിയെടുക്കാം എന്നുള്ളത് വ്യക്തമാണ് ഈ സർക്കുലറിനകത്ത്. നിങ്ങളുടെ വീട്ടിലേക്ക് അത്തരത്തിൽ വരുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾ നിയോഗിച്ച ആളുകളെ വെച്ച് നിങ്ങൾ ഓഫ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അൺലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഹെഡ് ലോഡ് വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒബ്ജക്ഷൻ പറയുകയോ നിങ്ങൾ ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ലേബർ ഓഫീസറുമായിട്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നതാണ്. അവരായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇറക്കിയെടുക്കുന്നതിനുള്ള നിയമസഹായം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സർക്കുലറിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരു പരാതി വന്നു കഴിഞ്ഞ് ഒട്ടും താമസിക്കാതെ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതും സർക്കുലറിനകത്ത് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ജോലിക്ക് വലിയ ഒരു കൂലി ആവശ്യപ്പെടുകയും അതിനെ തുടർന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് ഏറെ പ്രസക്തിയുണ്ട്. പിന്നെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആളുകൾ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നതിന് മുൻപേ കറക്റ്റ് എസ്റ്റിമേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യും. പക്ഷെ വർക്കെല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത എമൗണ്ടിനേക്കാൾ വലിയ ഭീമമായ ഒരു തുക വന്നിട്ടുണ്ടാവും. അപ്പൊ നോക്കുന്ന സമയത്ത് പലർക്കും വ്യക്തമായ ധാരണ ഉണ്ടാവില്ല, എവിടെയാണ് കോസ്റ്റ് കൂടിയത്, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒരു പ്ലാനിങ് പ്രകാരം തന്നെയാണ് പോയിരിക്കുന്നത്, എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഫൈനലി ഇത് കൂട്ടി നോക്കുന്ന സമയത്ത് ഈ ഹെഡ് ലോഡ് വർക്കേഴ്സിന് അല്ലെങ്കിൽ ഈ അൺലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഭീമമായിട്ടുള്ള തുകയാണ് അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്ന് എനിക്ക് തന്നെ നേരിട്ട് അറിയുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സുഗമമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ ചെയ്യാനും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് പലരും ചെറിയ ഒരു ജോലിക്ക് അല്ലെങ്കിൽ അർഹിക്കുന്നതിലേറെ കൂലി കൊടുത്ത് എന്താ പറയാ നിസ്സഹായരായിട്ട് ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സിന്റെ തൊഴിൽ നിഷേധമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ നിഷേധത്തിന് പ്രേരിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്.
ഒരു ചെറിയൊരു ജോലിക്ക് അർഹിക്കുന്നതിലേറെ വലിയ കൂലി ഈടാക്കുക അല്ലെങ്കിൽ കൂലി ആവശ്യപ്പെടുക, അതുവഴി സാധാരണക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചെറിയൊരു വിഭാഗം ഹെഡ് ലോഡ് വർക്കേഴ്സിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അവർക്കെതിരെയാണ് നമുക്ക് ഒരുപക്ഷെ ഈ ഒരു നമ്മുടെ ഈ ഒരു സർക്കുലറിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയും ഭൂരിഭാഗം ആളുകളും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമാണല്ലോ, നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ അവരുമായിട്ട് ഒരു സംസാരിച്ചൊരു ചാർജിലെത്തി രമ്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു ജോലിക്ക് വലിയൊരു കൂലി ഈടാക്കിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ചെറിയൊരു വിഭാഗമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു വിഭാഗവും ഈ ഹെഡ് ലോഡ് വർക്കേഴ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇത്തരം പല ന്യൂസുകളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേരണകൾക്കെതിരെയാണ് നമ്മൾ ഈ സർക്കുലർ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പേഴ്സണലി എന്റെ അഭിപ്രായം. സർക്കുലറിന്റെ കോപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ താഴെ വാട്സ്ആപ്പ് നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐഡിയോ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് അത് ഫോർവേഡ് ചെയ്ത് തരാം. മാത്രമല്ല ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് തുടർന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വരാൻ പറ്റും. താങ്ക്